ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 23. എത്ര പെട്ടെന്നല്ലേ 23 ദിവസം ആയിട്ടിരിക്കുകയാണ്. ഇന്ന് പരിപാടികൾ തുടങ്ങും തന്നെ ആര്യൻ്റെ മുട്ടയിൽ നിന്നാണ്. ആര്യന് ആ മുട്ട അങ്ങോട്ട് പറ്റിയിട്ടില്ല അല്ലേ? ഇന്നിപ്പോൾ അപ്പാനീൻ്റെ ഒപ്പം ഇരുന്നിട്ടും മുട്ടയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പാനി നൈസായിട്ട് ഇട്ട് കൊടുത്തു, ലാലേട്ടൻ ഫാൻസ് ലാലേട്ടൻ എന്നൊക്കെ. അപ്പൊ കത്തി പോകുന്നുണ്ട്. അപ്പൊ എനിക്ക് നെഞ്ചിലാണ് ലാലേട്ടൻ, ഫേവറേറ്റ് ആയിട്ടുള്ള ലാലേട്ടൻ എന്നൊക്കെ പറഞ്ഞ് മെഴുകുന്നുണ്ടായിരുന്നു. മുട്ട വരാൻ പറഞ്ഞപ്പോ ഈ ഡയലോഗ് ഒന്നും അല്ല കേട്ടത്. ബിഗ് ബോസ് ഞാൻ വെച്ചാലോ, ബിഗ് ബോസ് ഒരു ദിവസം കൂടി ഞാൻ എക്സ്ട്രാ വെച്ചോട്ടെ. ലാലേട്ടനോട് സംസാരിക്കാൻ അവസരം കിട്ടിയപ്പോ അവന്റെ നെഞ്ചിലൊന്നും അല്ല ഇന്ന് ലാലേട്ടൻ. അപ്പൊ ഉള്ള നേരത്തിൽ ലാലേട്ടനോട് അങ്ങോട്ട് ചോദ്യം ചെയ്യുന്നു. ഓന് ലാലേട്ടനാവാൻ അപ്പാനി ഇട്ട് കൊടുത്താണ്, അപ്പാനി ഇട്ട് കൊടുത്താണ് അത് സാധനം. അപ്പാനി ഓവറാക്കി ചളാക്കുക എന്ന് പറഞ്ഞിട്ടില്ല, ആ സാധനമാണ് അപ്പാനിയായിട്ട് ഓവറാക്കി ചളാക്കി അപ്പാനി. അത് അപ്പാനി ഇട്ട് കൊടുക്കുന്ന കാര്യം ഉണ്ടായിരുന്നില്ല, അത് ഈ മണ്ടർന്ന് മനസ്സിലാവില്ലേ എന്ന് പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നു സംഗതി. അങ്ങനെ അപ്പാനി ഇട്ട് കൊടുത്ത സാധനം അങ്ങനെ. അതെ, അങ്ങനെ മുട്ടയിൽ നിന്ന് തുടങ്ങി പരിപാടി. മുട്ടയിൽ നിന്ന് തുടങ്ങിയിട്ട് വേറെ അടുക്കളയില് പിന്നെ നെവിൻ ഈ പറഞ്ഞ പോലെ കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട്. നെവിൻ ആവുന്നുണ്ട്. നെവിൻ കണ്ടന്റ് ഉണ്ടാക്കി തുടങ്ങുമ്പോ തന്നെ ഒരു കാര്യം ഉറപ്പാണ്, ഈ അനുമോൾ ഒരു ഡോമിനൻസി ഉണ്ട് അടുക്കളേന്റെ അകത്ത്. എനിക്ക് ആ ഡോമിനൻസി ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് അനുമോക്ക് അവിടുത്തെ ക്യാപ്റ്റൻ ആരാ? അടുക്കള രേണു സുധിയാണ്. എന്തോ ഇന്ന് രേണുവിനെ കുറച്ചു നേരം അവിടെ കണ്ടിട്ടുണ്ട്, സാധാരണ അവിടെ കാണാത്തയാണ്. ഇന്ന് കണ്ടു ഒരു സാധനം വരുന്നുണ്ട്. പക്ഷെ എന്താ പറയുക, ഈ ഇവക്ക് ഭയങ്കര ഒരു അനുമോക്ക് ഭയങ്കര എന്താ അറിയോ, വ്യക്തി വൈരാഗ്യം, പക. പിന്നെ മാത്രല്ല പകയാണ് ഭയങ്കരമായിട്ട്. തുടക്കം മുതൽ സീസൺ തുടങ്ങിയപ്പോ മുതലുള്ള സാധനം എപ്പോഴും കൊണ്ടുനടക്കുകയാണല്ല. അത് മാത്രല്ല അവരെ ഇതില് കിച്ചണ് കയറ്റിയപ്പോ അവര് നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്, നന്നായിട്ട് തന്നെയാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. പക്ഷെ ഇത് ഒനീലിനെ പറഞ്ഞിരുന്നു. ഒനീൽ ആദ്യം കിച്ചണിലുള്ള സമയത്ത് പറഞ്ഞൊരു സാധനമുണ്ട്, നല്ല ഫുഡ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പിന്നെ എന്താ പറയുന്നത്. ഒരാൾക്ക് ഫുഡ് വെച്ച് വിളമ്പി കൊടുത്തിട്ട് പിന്നെ ഞാൻ ആ വിളമ്പി കൊടുത്തതിനെ കുറിച്ച് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ തിന്നണോന്റെ അവസ്ഥ എന്താ അല്ലേ? ഇപ്പൊ നമ്മളെ സ്വന്തം വീട്ടിലാണെങ്കിൽ പോലും നമ്മളെ അമ്മമാര് ചില സമയത്ത് ഞാൻ വെച്ചുണ്ടാക്കി തരുന്നില്ലേ, ഈ നല്ലോണം തിന്നണമെങ്കിൽ നമുക്കൊരു ഗതികേട് വരില്ലേ? ഇതെന്താണ്, ഇത് അവരുടെ ഡ്യൂട്ടിയാണ്. ആ ഡ്യൂട്ടീനെ കുറിച്ചിട്ട് ഇത്രത്തോളം നിന്ന് മെഴുകി പറയേണ്ട കാര്യം അനുമോക്കുണ്ടെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അനുമോൾ ഡ്യൂട്ടി എടുക്കുന്നുണ്ട്, അത് ഡ്യൂട്ടിയാണ്, അല്ലാതെ ഫ്രീ സർവീസ് ചെയ്യുന്നൊന്നുമല്ലല്ലോ. അല്ല, അനുമോളിന് പോകുമ്പോ കിച്ചന്റെ നന്നായിട്ട് കൊണ്ടുപോകേണ്ടി വരുമോ വീട്ടിലേക്ക്? ഇടയ്ക്ക് കുറച്ച് കൊണ്ടുപോകും ചിലപ്പോ. അനുമോൾ എന്താ പറയാ, അനുമോൾക്ക് മനസ്സിലായി കിച്ചൺ നല്ലൊരു കണ്ടന്റ് ആണ്. അനുമോൾ ആ കണ്ടന്റ് പിടിച്ചല്ലേ, അത് വിടാൻ എന്തെങ്കിലുമൊക്കെ ചെറിയ സംഭവം ഉണ്ടാക്കിയിട്ട് വലുതാക്കി എടുക്കണം. എന്റെ ആണ് കിച്ചൺ, വേറെ ആർക്കും വരാൻ പാടില്ല. അങ്ങനെ പാത്രത്തിൽ ഇളക്കിയിരിക്കണോ? അത് ഓക്കെ, നല്ല ഫുഡ് ഉണ്ടാക്കിക്കോട്ടെ, ബാക്കിയുള്ളവർക്ക് കൊടുത്തോട്ടെ. ചിലപ്പോൾ ഇങ്ങനെയും പറയാം അനുമോൾ ഫാൻസിന്, എല്ലാവർക്കും ഫുഡ് തികയാത്തതോ അല്ലെങ്കിൽ റേഷൻ പിടിച്ച് ചെലവാക്കുന്നത്. അതായത് അനുമോൾ ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ റേഷൻ പിടിച്ച് ചെലവാക്കൂല, അപ്പൊ അതിന്റെ കൺസേണിന്റെ മുകളിലാണ് ചിലപ്പോൾ അനുമോൾ പറയുന്നതെന്നൊക്കെ പറയാം. പക്ഷെ എന്തായാലും എന്താ, ഒരാൾക്ക് ഒരു സ്പേസ് കൊടുക്കുക എന്ന് പറയുന്നത് നല്ലതല്ലേ? ബാക്കിയുള്ള ആരും വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിക്കോളാം. അങ്ങനെയാണ് ഒരു ഡോമിനൻസിയാണ്, അനുമോൾ ഡോമിനൻസിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കിച്ചണിനകത്ത്. പിന്നെ അതിനുശേഷം ക്യാപ്റ്റൻസി ടാസ്ക്, അത് അപ്പാനി ശരത്ത് മറ്റേ അപ്പാനി രവി ആയിരിക്കുകയാണ്. കയ്യാൻ പെട്ടു പറഞ്ഞ അപ്പാനി അങ്ങനെ ക്യാപ്റ്റൻസി വാങ്ങിയിരിക്കുകയാണ്. ഫസ്റ്റ് ദിവസം തന്നെ പറയാലോ, അപ്പാനി കിട്ട് നല്ല കിട്ടിയിട്ടുണ്ട്. ബിഗ് ബോസിന്റെ ഒന്നും കിട്ടി. ആദ്യമൊക്കെ മാക്സിമം മോളെ അങ്ങനെയല്ല മോളെ എന്നൊക്കെ മാക്സിമം പറഞ്ഞു. അല്ല, അപ്പാനിന്റെ അനുമോളടുത്ത് പോയി, അല്ലാതെ ബിഗ് ബോസിന്റെ അടുത്തൊന്നും പോയി. ബിഗ് ബോസിന്റെ കയ്യിൽ നിന്നും കിട്ടി ഒളിച്ചിരുന്നിട്ട് അങ്ങനെ ആകെ മൊത്തം ലൈവ് കണ്ടവർക്ക് അറിയാം അപ്പാനിന്റെ കയ്യിൽ നിന്ന് പോയി. അപ്പാനിക്ക് ക്യാപ്റ്റൻസി വരെയാക്കി നോക്കാൻ പറ്റുന്ന ഒരു പരിപാടിയല്ല. ഇടയ്ക്ക് ചറവറ പറയും, ഇടയ്ക്ക് മോളേന്ന് പറയും, ഇടയ്ക്ക് കുറച്ച് കഴിയുമ്പോൾ വാരി കൊടുക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെയോ ആളെന്തറിയോ, ആക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ക്യാപ്റ്റൻ ആവണത്, അത് നടന്നു. ഇനിയിപ്പോ എങ്ങനെയെങ്കിലും തട്ടിമുട്ടിയോട് പോയാൽ മാറ്റിയാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ള അവസ്ഥ. അതെ, അങ്ങനെ ഒരു അവസ്ഥ. അത് മാത്രല്ല, ഇന്ന് വേറൊരു സാധനം എനിക്ക് ഭയങ്കരമായിട്ട് തട്ടിയിട്ടാ, ഈ അനീഷിന് ഫുഡ് കൊടുക്കാതെ വരുന്നത് പാർശ്വലിറ്റി കാണിക്കുന്നത്. സാൻഡ്വിച്ച് കൊടുത്തില്ല, ഇന്ന് മറ്റേ യോഗട്ട് എടുത്തിട്ട്. അതിന് മുന്നേ സമയങ്ങളിലൊന്നും ഇവരെന്നെ അങ്ങനെയല്ല പറഞ്ഞത്, അങ്ങനെ വീതിച്ചു കൊടുക്കണം, ഇങ്ങനെ കറക്റ്റ് ആയി കൊടുക്കണം എന്ന്. അത് അയാളെ മാത്രം മാറ്റി നിർത്തുന്നത്. അയാൾ പക്ഷെ അത് വളരെ മാന്യമായിട്ടാണ് അയാൾ ചോദിക്കേണ്ടത്, അത് മാന്യമായി ചോദിക്കാണ്. സി, ബിഗ് ബോസ് വീട്ടിനകത്ത് ഇപ്പൊ എന്ത് മുറിച്ചാലും പോർഷനാണ് കണക്ക്, പോർഷനാണ്. ഒരു പോർഷൻ അയാളുടെ അർഹതയാണ്, അർഹതപ്പെട്ട ഒരു കാര്യമാണ്.
ആ കാര്യം പോലും അയാൾക്ക് കൊടുക്കാത്ത രീതിയിലാണ് ഇവർ ചെയ്യുന്നത്. അതിന് പോലും ഇവര് കളിയാക്കുകയാണ്. ആര്യനൊക്കെ എന്താ കളിയാക്കി കൊണ്ടിരുന്നത് ആ യോഗട്ടിന്റെ കാര്യത്തില്? അതിന് ഷാനവാസ് പറഞ്ഞാട്ടോ കറക്റ്റ്. എത്ര ചെങ്ങായി ഇത് ഇങ്ങനെ ഇരുന്നിട്ട് ഇതിന് കംപ്ലൈന്റ് കാര്യമില്ല, കിട്ടുന്ന മുണുങ്ങ അല്ല ഇപ്പത്താ കാട്ടുക. അല്ലാതെ ഇതിന്റെ ഓള് കൊറേ വർത്താനം പറഞ്ഞ ഒച്ചമുളി ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം? ഒരു കാര്യമില്ല അത്. പക്ഷെ അത് അനീഷിന് മനഃപൂർവ്വം കൊടുക്കാത്ത പോലെ തോന്നിയുള്ളത്. അല്ല, അനീഷിന് മനഃപൂർവ്വം കൊടുക്കാത്തെന്ന് പറഞ്ഞാൽ അനീഷ് അന്നൊരു ഇപ്പൊ എന്താ പറയാ ഒരു സങ്കടം വരുമല്ലോ. ഇന്ന് സത്യം പറഞ്ഞ കണ്ടന്റ് ആയിരുന്നില്ല കേട്ടോ. ആ പാവത്തിൽ അയക്കുന്നത് സങ്കടമായിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പൊ അനീഷ് മാറിയിട്ടുണ്ട് ഒരുപാട്, എല്ലാരോടും ജെല്ലാവുന്നുണ്ട്. അയാൾക്ക് അയാളുടെ മനുഷ്യത്വം പുറത്തു വരുന്നുണ്ട്. എന്നിട്ടും അയാളെ പിന്നെയില്ലേ. പണ്ട് അയാള് വെറുതെ കുറെ ശബ്ദം ഉണ്ടാക്കുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ അയാള് പറയണത് ഒരുപാട് കാര്യങ്ങളാണ് അയാൾ സംസാരിക്കുന്നത്. അത് മാത്രല്ല, ഇന്നിപ്പോ ആദിലും നോറയും കൂടിയും അയാളുടെ അടുത്ത് പോയിട്ട് അയാളെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. സംഗതി ശരിയാണ്, അയാളെ അടുത്ത് ഇറിറ്റേറ്റ് ചെയ്യാൻ ഇങ്ങനെയാണ് എന്നുള്ളതിന്റെ ഒരു വഴി കിട്ടി. അതിലെ കറക്റ്റ് കണ്ടുപിടിച്ചു എന്ത് അയാൾ എവിടെ ഇറിറ്റേറ്റ് ആവും എന്നുള്ളത്. പക്ഷെ നമുക്കത് പുറത്തുനിന്ന് കാണുമ്പോ അവരോടൊരു ദേഷ്യം തോന്നി. അത് നമുക്ക് അവരോടൊരു ദേഷ്യം സത്യം. അതിലും നോറിയും പോയി പറയുന്ന കാര്യം അയാൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ അയാൾ വിഷമത്തോടുകൂടി സംസാരിക്കണം. അവിടെ പോയിട്ട് കിടന്നിട്ട് അയാൾ അപ്പുറം അപ്പുറം നിന്നിട്ട് ഇങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് വീട്ടില് തീരെ പക മനസ്സിലാക്കിയാത്തൊരു മനുഷ്യനാണ് അനീഷ്. അല്ല, അനീഷിന് പകയില്ല. ടാസ്ക് വരുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ. അല്ല, ഒരു സാധനം ഉണ്ട്. അനീഷിന് ടാസ്ക് വരുമ്പോ അനീഷിനെ ഇപ്പൊ ആരും എടുത്തില്ല എന്ന് വെച്ചോളി, അയാൾ എല്ലാത്തിനും മുന്നിട്ട് ഇറങ്ങും. ഫസ്റ്റ് മുന്നിൽ ചാടി ഇറങ്ങും എല്ലാ പരിപാടിക്കും. അതൊരു ക്വാളിറ്റി ആണോ എന്ന് വെച്ചാൽ ക്വാളിറ്റി ആയിട്ടും കാണാം, പൊട്ടബുദ്ധിയാണോ എന്ന് വെച്ചാൽ പൊട്ടബുദ്ധിയായിട്ടും കാണാം. പക്ഷെ എല്ലാത്തിനും ചാടി മുന്നിലുണ്ട് എന്നുള്ളൊരു സാധനം അയാൾ വെക്കുന്നുണ്ട്. അയാൾ ആ സാധനം വെക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു മനുഷ്യനാണ് ഈ പറഞ്ഞ ചെങ്ങായി. അപ്പൊ ആ ടാസ്കിനിടയിൽ ഇയാൾ ഇപ്പൊ ഈ അനുമോള് കൊണ്ടുവരുന്ന പോലെയോ ഇപ്പൊ ഇന്ന് നോമിനേഷനിൽ ഷാനവാസ് ചെയ്ത പരിപാടി എവിടെ ചോദിച്ചാൽ അക്ബർ, ഷാനവാസിന് തിരിഞ്ഞ അക്ബർ മതി, അനുമോക്ക് തിരിഞ്ഞ ബാക്കി ഗിസേല് മതി. അവസ്ഥ അങ്ങനെയൊന്നും ഇയാൾക്കില്ല. ഇയാൾ ടാസ്ക് വരുമ്പോ മുന്നിട്ട് ഇറങ്ങും. ഏറ്റവും കൂടുതൽ അവിടുന്ന് ഉറക്ക വിളിച്ച് സപ്പോർട്ട് ചെയ്തത് കംപ്ലീറ്റ് അനീഷായിരുന്നു. ശരിക്കും അനീഷ് ശരിക്കും സപ്പോർട്ടിനാണോ അതോ പുറത്തിറങ്ങി കളിക്കണോ എന്നാണ് പറഞ്ഞതെന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. ആർക്കാര്യം എന്താണെങ്കിലും ഇന്ന് ചെങ്ങായിനെ എല്ലാവരും കൂടി എന്താക്കി സൈഡാക്കി. അതായത് സ്വച്ഛാധിപതിന്റെ ടാസ്കിൽ സംസാരിക്കാൻ വേണ്ടി സൈഡാക്കി വിട്ടിട്ടുണ്ട്. അവിടെ സൈഡായാലും നല്ല സംഘടന ചെയ്ത് പോകുമായിരിക്കും. പക്ഷെ അതൊന്നും ഇതിൽ വന്നില്ല. ഈ ബിബി പ്ലസ്സിൽ വരുമെന്ന് എനിക്കറിയില്ല. സ്വച്ഛാധിപതി എന്തായാലും നവീൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അല്ല, സ്വച്ഛാധിപതിന്റെ ആദ്യത്തെ ടാസ്കിന്റെ സാധനങ്ങളൊന്നും പ്രിപ്പറേഷൻ തുടക്കമൊന്നും ഇതിലില്ല. അത് ലൈവില് കണ്ടവർക്ക് അറിയാം. അത് ബിബി പ്ലസ്സിൽ ഇനിയിപ്പോ വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സ്കീമാണ്. അനുമോൾക്ക് സ്വച്ഛാധിപതി ആണെങ്കിലും ഇനിയിപ്പോ ആരാണെങ്കിലും ഒരു വിഷയമില്ല എന്നുള്ളതാണ്. അതെ, അങ്ങനെ സ്വച്ഛാധിപതിന്റെ ആദ്യത്തെ ടാസ്ക് മറ്റേ കഴിഞ്ഞ് രണ്ടാമത്തെ ടാസ്കിൽ മറ്റേ കത്തിക്കണ പരിപാടി വന്ന സമയത്ത് അനുമോള ഷോന്റെ പൊന്നെ. അത് മറ്റാള് ആര്യൻ മൊട്ടടിക്കുന്നത് അച്ഛൻ മരിച്ചാലാണെന്ന് പറഞ്ഞ പോലെ എന്റെ ഫോട്ടോ ഇതിപ്പോ ആരാ ഈ ലോകത്ത് ആരാ അങ്ങനെ കത്തിച്ചിട്ടുള്ളത്? സത്യം പറഞ്ഞാല് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാവുമ്പോഴോ രാഷ്ട്രീയപരമായിട്ടുള്ള സംഭവം ഉണ്ടാവുള്ളൂ. അല്ലാതെ വീട്ടിൽ നിന്ന് അടിച്ചു വരി കൊണ്ടുപോകുമ്പോ ചെറിയ പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൊണ്ടിട്ട് ഇവിടെ ആൾക്കാർ ദൈവങ്ങൾ പറഞ്ഞിട്ട് ഫോട്ടോ ഒക്കെ എടുത്തേക്ക് എന്നിട്ടാണ് അടിച്ചൊക്കെ വരുമ്പോ അതില് ദൈവങ്ങളെ ഫോട്ടോ എന്തൊക്കെ സംഭവിക്കാറുണ്ട്. വെറുതെ ഇതൊരു ഒരാവശ്യമില്ല. അനുമോക്ക് കരയണം. ഒരു ദിവസം ഒരു 4 വട്ടം കരയണം. അനുമോക്ക് എന്താ വെച്ചാൽ അനുമോളെ ഫോട്ടോ എത്തിക്കുക. അത് എന്താ പറയാ, അതിന്റെയൊക്കെ പ്രശ്നങ്ങളാണത്. അനുമോക്ക് അങ്ങനത്തെ ഒരു സീന് ശരിക്കും ഞാൻ പറയുമ്പോ അത് നല്ലൊരു തീരുമാനമായി പോയി. അനുമോളെ ആദ്യം തട്ടിയത് എല്ലാരും കൂടി. രണ്ട് രീതിയിലാണ് ചിന്തിക്കാം. അനുമോളെ സ്വച്ഛാധിപതി ആക്കി കഴിഞ്ഞാൽ അനുമോളെ സോപ്പിട്ട് കഴിഞ്ഞാൽ അനുമോൾ എന്ത് ചെയ്യുന്ന അറിയാം, എല്ലാം ചെയ്ത് കൊടുക്കും. ചിലപ്പോൾ അങ്ങനെ കളിക്കും. അതായത് സ്വച്ഛാധിപതി എന്നുള്ള രീതിയിൽ നിന്ന് മാറിയിട്ട് അവർക്ക് വല്ല സോപ്പിട്ട് കഴിഞ്ഞാൽ പരിപാടികൾ നടക്കുന്ന ഒരു പാവ എന്നുള്ള രീതിക്ക് അനുമോള് മാറും. പക്ഷെ അതാരും നിന്നില്ല. അതിന്റെ മുന്നേ അനുമോളെ തട്ടി. ശരിക്കും സ്വച്ഛാധിപതികൾ അവർക്ക് ഇവർക്ക് പണിഷ്മെന്റ് കൊടുക്കാനും ഇവരെ ടൊട്ടം നടക്കാനൊക്കെ പറ്റുമല്ലോ. ഡിക്റ്റേറ്റർഷിപ്പാണ്. ഹിറ്റ്ലർ പോലെ ആവണം ഇങ്ങോട്ട് ആയി മാറുകയാണ് വേണ്ടത്. അങ്ങനെ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ ഷോനിയിൽ പിന്നെ എന്ത് വന്നാ എന്ത് പോയാ ധോനിന്ന് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ അപ്പത്തമ്പനെ സുഭദ്ര എന്നുള്ള മൂഡിലാണ് അയാളവിടെ നിൽക്കുന്നത്. അയാൾക്ക് എന്തോ മൈൻഡിലുണ്ട് എന്ത് അയാൾ മറ്റേ ഫ്രീ ടിക്കറ്റും പാസും കിട്ടി കയറി. അതുകൊണ്ട് മൂപ്പർക്ക് കളിച്ചാലും ഇല്ലെങ്കിലൊക്കെ ഞാൻ മുന്നോട്ട് പോകുന്നുള്ള ഫീലിലാണ് ഓനിയിൽ കയറി പിടിച്ചത്. ശൈത്യം അനുമോളും കൂടിയുള്ള കരച്ചില്. ശൈത്യന്റെ അടുക്കളന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ശൈത്യ എന്നെ ആരും വോട്ട് ചെയ്യണ്ട, ഞാൻ പോവാണ്. എന്താ പറയാ, ശൈത്യേനെ ഇപ്പോഴും അനുമോക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അനുമോളുടെ ഒരു അവസ്ഥ ഞാൻ ആലോചിച്ച് നോക്കുന്നത്. കഴിഞ്ഞ ദിവസം കൂടോത്രടക്കം അനുമോക്കിട്ട് വെച്ചതാരാ? ഈ പറഞ്ഞ ശൈത്യാണ് അപ്പാനീൻ്റെ ഒപ്പം. അതിന് മുമ്പ് നമ്മൾ കണ്ടതാണ്
അനുമോളിട്ട് കുത്തുന്നത് ഇതേ ശൈത്യം. അനുമോൾ എന്ന് പറഞ്ഞത് ദൈവമാണ് എനിക്ക് എന്നോട് കൊണ്ടുവന്ന് വന്നേന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് ഭയങ്കര ദൈവം തന്നെയാണ്. അതെ. ഇത്രയും ദിവസം ദൈവമാണെന്നുള്ളത് അറിയാത്തുള്ളൂ. ഇത്രയും ദിവസം അനുമോളെ തീർക്കും തകർക്കും എന്നൊക്കെ പറഞ്ഞ അപ്പാനിപ്പ എന്തായി? അനുമോളെ കൂട്ടായി. അനുമോളെ കൂട്ടായി. അത് വേറെ ഗെയിമൊന്നുമില്ല. എനിക്ക് ബേസിക്കലി അപ്പാനീന്റെ കാര്യം എന്താ മനസ്സിലായത്? അപ്പാനീന്റെ കാര്യം എന്താ ഞാൻ പറയട്ടെ. അപ്പാനിക്ക് സത്യം പറഞ്ഞാൽ ആരോടും അടിണ്ടാക്കാനൊന്നും താല്പര്യമില്ലാത്ത ഒരാളാണ്. എനിക്ക് അതാ തോന്നണേ. എനിക്ക് ആരോട് താല്പര്യമൊന്നുമില്ല. എന്നാ പിന്നെ ചില സമയത്ത് ഗെയിം കയറുന്ന സമയത്ത് അയാളൊക്കെ പറയും. അയാള് ബേസിക്കലി ഒരു കൂൾ പേഴ്സൺ ആണ്. കേൾക്കുമ്പോ ഭ്രാന്തളാണ്. കേട്ടില്ലെങ്കിൽ അല്ലാതെ അപ്പാനി ഷാനവാസ് പോലത്തെ ഒരു ഗെയിമർ ഫേസ് ഇല്ല. ഒരു ഗെയിമർ ഫേസ് അക്ബറിന് ആ ഫേസ് ഉണ്ട്. അക്ബറിന് അതുണ്ട്. അക്ബറിന് ഒരു കുറുക്കത്തരുണ്ട്, ഒരു ഫോക്സ് ഫേസ് ഉണ്ട്. ഷാനവാസിന് ഒരു ഫോക്സ് ഫേസ് ഉണ്ട്. ഈവൻ ഒരു പരിധി വരെ എന്ന് ഞാൻ പറയുള്ളൂ, ഒരു പരിധി വരെ നമുക്ക് നിവിനിൽ ആ ഫോക്സ് ഫേസ് നിവിനൊരു കുറുക്കത്തരുണ്ട്. ഈ കുറുക്കത്തരുള്ള 2-3 ആൾക്കാരെ അവര് ഓൾറെഡി കുറുക്കത്തിയാണ്. അതെ സത്യം. അഭിലാഷ് ഭയങ്കര എന്താ അറിയോ, അഭിലാഷ് സത്യം പറഞ്ഞ ജെനുവിൻ ആവണോന്നും മനസ്സിലാവണില്ല, ഗെയിമർ ആവണോന്നും യാതൊരു പിടുത്തം കിട്ടാതെ അഭിലാഷ് കംപ്ലീറ്റ്ലി ലോസ്റ്റ് ആണ്. നമ്മൾ ആദ്യം അനുമോളം അങ്ങനെയൊക്കെ പറഞ്ഞത്. അനുമോളൊക്കെ കറക്റ്റ് ഗെയിം കളിക്കുന്നുണ്ട്, എല്ലാരും കളിക്കുന്നുണ്ട്. ഒരു ഗെയിമും കളിക്കാതെ ആകെ ഇതായി നിൽക്കുന്നത് അഭിലാഷും മറ്റേ ഇവരില്ലേ മറ്റേ സൈക ഇറങ്ങി പോകാനില്ലേ രേണുസുതി പച്ചപ്പാവാണ് ഒന്നുമില്ല. അല്ല ഈ ജിത്തുഭായി പറഞ്ഞത് വളരെ കറക്റ്റാ. കാരണം ഇന്നത്തെ എപ്പിസോഡിലൊന്നും അഭി ഇല്ല. അഭി നോവേർ ആണ്. ഇടിച്ചു കയറാൻ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. അതെ അയാൾക്കാണ് ശരിയാണ് തോന്നുന്നത്. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, അഭിലാഷ് സ്ക്രീൻ സ്പേസ് കിട്ടിയത് ആദ്യ ആഴ്ചയിലെ 2 ദിവസം. ആദ്യ ആഴ്ച 2 ദിവസം. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് അഭിക്ക് സ്പേസ് കിട്ടിയത് കഴിഞ്ഞ ആഴ്ച ആ പറഞ്ഞ ചെരുപ്പേറ് ആ കേസിലാണ് ഒന്ന് അഭിക്കുന്നത്. അയാൾ ശ്രമിക്കണില്ല സ്പേസ് ഉണ്ടാക്കാൻ. അയാൾ ആ ഒരു മോഹൻലാൽ നല്ല സ്പേസ് ഉണ്ടാക്കാനായിട്ട് കിടന്ന അനീഷ് പോലും സ്പേസ് ഉണ്ടാക്കാൻ മറന്നു വീണ്ടും. അല്ല അനീഷൊക്കെ വിട്ടു. അനീഷൊന്നും ഇപ്പൊ സ്പേസ് ഉണ്ടാക്കുന്ന പരിപാടിയില്ല. അനീഷൊക്കെ പോയിട്ടുണ്ട്. പറ്റ ട്രാക്ക് ഔട്ട് ആയിട്ട് കിടക്കുന്നത് അഭിലാഷും നമ്മുടെ രേണു. നോക്കിയിട്ട് കാര്യമില്ല. ഏം വഴി തനി വഴി. പണ്ടത്തെ എന്റെ അഭിപ്രായത്തിൽ രേണു സുധിക്ക് അവിടെ ഒരു വെറ്റില ചെല്ലം കൂടെ കൊടുക്കണം എന്നുള്ളതാണ്. അതൊക്കെ മുറുക്കി ഇവിടെ കൊട്ടിച്ചൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. ഇന്ന് കൺഫെഷൻ റൂം കേറിട്ട് ഒട്ടിക്കത്തെ കരച്ചിലായിരുന്നു. അപ്പൊക്ക് മനസ്സിലായി ഇത് വെറും പാവാണ്, ഇത് വെറുതെ സംഗതി ഉണ്ട്, അതിന് പുറത്തുണ്ട്. രേണുസുതിക്ക് പുറത്ത് റീൽസ് ചെയ്യുമ്പോഴും സോഷ്യൽ മീഡിയനെ ഫേസ് ചെയ്യുമ്പോഴൊക്കെ ഒരു ഡബിൾ ഫേസ് ഉണ്ട്, ഒരു മാറ്റിപ്പറച്ചിലുണ്ട്, നുണ പറച്ചിലുണ്ട്, എല്ലാ പരിപാടിയും ഉണ്ട്. അത് സർവൈവലിന്റെ ഭാഗമായിട്ട് ജീവിച്ചു പോകണ്ടേ ആ സാധനമാണ്. ബിഗ് ബോസിനകത്ത് വേറൊരു ഒന്നും സിങ്ക് ആവണില്ല, ഉപരി നടക്കണില്ല. അങ്ങനെ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പടംവലി വന്നു. അനുമോളും മറ്റേ ശൈത്യല്ലേ അതിനെ സമാധാനിപ്പിക്കണം എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. നമ്മൾക്ക് അറിയാൻ പറ്റില്ല, നമ്മൾ ഗെയിം കളിക്കാൻ വന്നവരല്ലേ. ഒരു മിനിറ്റ് ഞാൻ കണ്ണൊന്നും തുറക്കട്ടെ. നമ്മളിവിടെ ഗെയിം കളിക്കാൻ വന്ന ആൾക്കാരാണ്, എപ്പോഴും അതിൽ ശ്രദ്ധിക്കണം. മിനിറ്റ് ഞാൻ കണ്ണൊന്നും അനുമോള് ശൈത്യ നമ്മൾ ഒറ്റയ്ക്ക് കളിക്കാം, രണ്ടുപേരും കൂട്ടാ. ഒറ്റയ്ക്ക് കളിക്കാൻ വന്നവരൊക്കെ ഒരു കെട്ടായിട്ടില്ല, രണ്ടാളും കെട്ടിപ്പിടിച്ചിരിക്കുന്നത് എല്ലാവരും പലതും പറയും. പക്ഷെ നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്ക് കളിക്കാൻ ഒന്ന് കെട്ടിപ്പിടിക്കട്ടെ. അതേപോലെ ആ വടംവലി ടാസ്ക് ഇല്ലേ, വടംവലി ടാസ്ക്, ആ ടാസ്ക് ഫ്രെയിം മുന്നേ ചെയ്ത് വെച്ചാണോ അപ്പൊ ചെയ്താണോ എനിക്ക് അറിയാൻ പാടില്ല. അത് കണ്ണും പൂട്ടി നമുക്ക് മനസ്സിലാവും. അതപ്പുറത്തേക്ക് നിവിനും ജിസേലും തമ്മില് ഇവരാരും ശ്രദ്ധിക്കാത്ത ഒരു കോംബോ പോകുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോ? നിവിനും ഗിസേലും ഇരിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും അവർ ഓരോ ആക്ടിവിറ്റി കാണിക്കുമ്പോഴും നിവിനും ഗിസേലും ഭയങ്കര ഡേഞ്ചറാണ് ആ ഒരു കോംബോ. ഈ ആര്യ കോംബോന്റെ മറവില് ഇവര് തമ്മിലാണ് എക്സാക്ട്ലി. ഇവർ 2 പേരും ഗെയിം പ്ലാൻ ചെയ്യുന്നുണ്ട്, 2 പേരും ആക്ടിവിറ്റീസ് കറക്റ്റ് ചെയ്യുന്നുണ്ട്. ടാസ്കിലാണെങ്കിലും അവർ 2 പേരും വരുമ്പോ അവർക്ക് ആ സോണ് കിട്ടും. അത് നമ്മളൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം. അപ്പൊ നവീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് തമ്മിൽ സംസാരിക്കുമ്പോൾ ഇയാൾക്ക് കളികളും പരിപാടികളും അല്ല, വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന പലവട്ടം കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു സെക്കൻഡ് വീക്ക് മുതൽ തുടങ്ങിയിട്ടുണ്ട്.
ഫ്രം ദ സെക്കൻഡ് വീക്ക് അത് തുടങ്ങിയിട്ടുണ്ട്. ഗിസൈലിന് ആവശ്യമുള്ള സ്ഥലത്ത് ഗിസൈലിന്റെ നാവായിട്ട് ആര് മാറുന്നുണ്ട്, നിവിൻ മാറുന്നുണ്ട്. ശരിക്കും ആ മുട്ടപ്പൊട്ടനാണ് ആ ചെങ്ങായി, വെറും ഇവല്ലേ മുട്ടപ്പൊട്ടൻ, അതിനപ്പുറം ഇല്ല. ആ ചെങ്ങായി എന്തൊക്കെയാ വെറുപ്പിക്കുന്ന നാട്ടുകാര്. ഇന്നിപ്പോ മറ്റേ കേസ് ജനങ്ങൾക്ക് ഇഷ്ടം കാണിക്കണമെന്നുണ്ട്. അതെ, അറിയാൻ പറ്റാൻ അനീഷിനോട് പോയിട്ട് ഞങ്ങൾക്ക് എന്നൊക്കെ പറയണ്ടാണ്, എന്തൊക്കെയോ പറയുന്നുണ്ട് പറയണ്ടാണെന്നിട്ട് ഇവന് മനസ്സിലാവണില്ലേ പുറത്ത്. അയ്യോ എന്തൊരു കഥയാണ്. അങ്ങനെ പോയി. അത് വലിയ ഗെയിമൊക്കെ പഠിച്ച ഇപ്പോഴാണ് അനീഷ് പറഞ്ഞത് കറക്റ്റ് ആയത്. ഇയാൾക്ക് പൈസേന്റെ അഹങ്കാരാണ്. അതെ. അത് കഴിഞ്ഞിട്ട് മറ്റേ വോട്ടിങ്ങിന്റെ ഇത് വന്നു. സ്വച്ഛാധിപതികളായിട്ട് നമ്മളെ ഗിസയിലും ഇവനും നിവിനും വന്നിട്ടുണ്ട്. കറക്റ്റ് 7 ആൾക്കാട്ടോ കൊടുത്തേ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. 7 പേര് തെരഞ്ഞെടുപ്പ് പിച്ച് പെർഫെക്റ്റ് ആണ് ആ തെരഞ്ഞെടുപ്പ്. നമുക്ക് അവര് ഗെയിം ശ്രദ്ധിക്കാൻ മനസ്സിലാവും. ഇപ്പൊ ഇയാളൊക്കെ ഇങ്ങനെ കളിച്ച് നടക്കണ കാണുമ്പോ നിവിനൊക്കെ കുട്ടികളെന്നാ പറയാ. നിവിനൊക്കെ കൃത്യമായി ഗെയിം വാച്ച് ചെയ്യുന്നുണ്ട്, കറക്റ്റ് അത് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്, കറക്റ്റ് ആളെ കിട്ടി. എടുത്ത ആളുകളെ ഓരോരുത്തർക്കും ഉള്ള കാരണങ്ങൾ പറയുന്നുണ്ട്, സാധനങ്ങൾ പറയുന്നുണ്ട്. പുറത്തിരിക്കുന്ന നമ്മൾ പറയുന്ന അതേ കാര്യങ്ങളാണ്. എനിക്ക് തോന്നുന്നത് ഗിസൈലിന്റെയും ഈ പറഞ്ഞ നിവിന്റെയും ഗെയിം മനസ്സിലായ 2 പേരെ അവിടെ ഉള്ളൂ. ഒന്ന് ഷാനവാസും ഒന്ന് ബിന്നി. അതവരെ ഫേസിലുണ്ട്, 2 പേരെ ഫേസിലുണ്ട്. ഷാനവാസ് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇരുന്ന് നോക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കയറുമായിരിക്കും ഷാനവാസ്. എന്തായാലും ഇന്നിപ്പോ അങ്ങനെ ഇവരെന്ത് ചെയ്തു, 7 പേരെടുത്തു. നോമിനേഷൻ ഉണ്ടായി. നോമിനേഷൻ വന്നപ്പോ കൊറേ പേര് അങ്ങനല്ല. ഗിസൈല് പറഞ്ഞ റീസൺ എന്താ, ഈ ആഴ്ചയിൽ നിന്റെ ഒരുപാട് തെറ്റുകൾ തിരുത്തി, അതൊരു നല്ലതാ പറഞ്ഞത്, പ്രൈസ് ചെയ്ത്. അത് തെറ്റുകൾ തിരുത്തി. അപ്പൊ നീ എനിക്ക് തെറ്റുകൾ ഉണ്ടായിരുന്നല്ലോ, എനിക്കിത് വേണ്ട. ഞാൻ പറയുമ്പോ എന്താ അറിയോ, ലാലേട്ടനെ പറയുന്നത് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കേസേ അല്ല. അത് റിപ്പീറ്റഡ് ആയിട്ട് അത് പറയുന്നുണ്ട്. ലാലേട്ടൻ പിന്നെ ഒന്നും വിചാരിക്കൊന്നുമില്ല. ആ സമയത്ത് ഷോക്കായി എന്നുള്ള സംഭവം നമ്മൾ കണ്ടു. ലാലേട്ടന് വാക്കുകൾ കിട്ടാതെ ഒരു മിനിറ്റ് ലാലേട്ടൻ സൈലന്റ് ആയി. ആ സൈലന്റ് ആണ് നമുക്ക് എല്ലാവർക്കും ദേഷ്യം പിടിച്ചത്. അങ്ങനെ എല്ലാരും കൂടി എന്ത് ചെയ്തു, മറ്റേ പക്ഷെ എല്ലാരും കൂടി നമ്മളെ പൂമ്പാറ്റകളെ അത് വളരെ നല്ല കാര്യമായിട്ട് അവര് ബിഗ് ബോസിന്റെ, ഞാൻ പറഞ്ഞില്ല ഈ സീസണിൽ ബിഗ് ബോസാണ് കളിക്കുന്നത്. കണ്ടസ്റ്റൻസിനേക്കാൾ കൂടുതൽ ബിഗ് ബോസിന്റെ ക്രിയേറ്റേഴ്സ് ആണ് കളിക്കുന്നത്. ഭയങ്കര അടിപൊളി ടൈമിംഗ് ആണ് ഇവരെ 2 പേരും സ്പ്ലിറ്റ് ചെയ്തത്. ഇവർ 2 പേരും സ്പ്ലിറ്റ് ചെയ്തതിന്റെ മെയിൻ ഒരു റീസൺ ഞാൻ പറയാം. പുറത്ത് അക്ബറിന്റെ ആ സാധനം, അക്ബറിന്റെ ഉമ്മാന്റെ സാധനം കയറി കത്തിയിട്ടുണ്ട്. ഇവർക്ക് ബൾക്ക് ഓഫ് ദ വോട്ടിങ് എവിടെ പോകും, ഒരു ഇമോഷണൽ സാധനം പോകും. ഇപ്പൊ ഇവർ 2 പേരും സ്പ്ലിറ്റ് ആവുമ്പോൾ എന്ത് സംഭവിക്കും, വോട്ട് സ്പ്ലിറ്റ് ആവും. കാരണം ഒരാൾ വരും ഒരാൾ വരില്ല എന്നുള്ള അവസ്ഥ വരും. അല്ലെങ്കിൽ 2 പേരും വരും, 2 പേരും വന്നാലും പടിവാളും. ഓക്കെ, പിന്നെ അത് മാത്രമല്ല അവർ എക്സ്പെക്റ്റഡ് ആയിരുന്നു ഇത്. അതാണ് അതിന്റെ മെയിൻ സംഗതി. അവർക്ക് ഒരു തരത്തിലും ഒരു കൂസലും ഉണ്ടായിരുന്നില്ല. അവരത് പ്രതീക്ഷിച്ച് എക്സ്പെക്ട് ചെയ്തേക്കാണ്. അത് മാത്രമല്ല ഇനി വരും ദിവസങ്ങളിൽ ഇവർ ഡിഫറെന്റ് ടീമിലാവും. വൈൽഡ് കാർഡ്സ് പുറത്തുനിന്ന് വരും. വൈൽഡ് കാർഡ്സ് ഒരു 7 ആള് കയറുന്നതോട് കൂടിയിട്ട് ഇവര് തമ്മിലുള്ള ഫ്രിക്ഷൻ കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഇഫ് ദേ ആർ ഓൾറെഡി പ്ലാൻഡ്, ഇവർക്ക് ഒരു പ്ലാൻ ആണ്. ഇപ്പം ഒറ്റയ്ക്കൊരു കണ്ടസ്റ്റന്റ് പോകുമ്പോൾ അയാൾക്ക് എന്ത് പ്ലാനാണ്, ഓപ്പോസിറ്റ് ഒരാളോട് കളിക്കാനുള്ള പ്ലാനാണ്. പക്ഷെ ആദിലക്കും നോറയ്ക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താ, അവർ ഓപ്പോസിറ്റുള്ള ആളുകളോട് കളിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രേക്ഷകർ എക്സ്പെക്ട് ചെയ്യുന്നത് അവർ തമ്മ് കളിക്കുന്നത് കാണാനാണ്. അവർക്ക് എവിടെയെങ്കിലും ആ സാധനം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ പുറത്തുനിന്ന് അവർക്ക് ഇങ്ങനെ പ്ലാൻ ചെയ്യാം, ഞാൻ നീ കുറച്ച് ദിവസം ഇങ്ങനെ പോകും, അവരങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഒരു കാര്യം പറയാം, അവര് നല്ല ബുദ്ധിയുള്ളവരാണ്. അവര് അവര് ആ സർവൈവൽ ഫേസിലാണ്. ഇമോഷണലി അവർ ഇംബാലൻസ്ഡ് ആണ്. അതൊക്കെ ശരിയാണ്. പക്ഷെ നമ്മൾ മറക്കാതെ ഒരു കാര്യം, അവർ ഗെയിമേഴ്സാണ്, നല്ല ഗെയിമേഴ്സാ. അവര് ഇത് എക്സ്പെക്ട് ചെയ്ത് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയത് അവിടെ. ബിഗ് ബോസ് അവര് 2 ആളെയും മാറ്റാൻ കൂളായിട്ട് അവര് വളരെ കൂളായിട്ട് അത് എടുത്തപ്പോ തന്നെ എനിക്കൊരു കാര്യം ഉറപ്പായി, ദേ ഹാവ് പ്ലാൻഡ്. ഇനി വരും ആഴ്ചകളിൽ കണ്ടോ ഇവർ 2 ആളും തമ്മിലടിക്കും. അത് പ്ലാൻഡ് ആണ് എന്നുള്ളതിന് ആ അടിയുടെ ഒരു ബോഡി ലാംഗ്വേജ് കണ്ടാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. പക്ഷെ എനിക്ക് എവിടെ എന്നെ മനസ്സിലായത് ഒരു അടി ഉണ്ടാവും ചിലപ്പോ. എന്നിട്ട് പുറത്തിറങ്ങുമ്പോൾ നമ്മോട് പറയും ഞങ്ങള് ഒരുമിച്ച് എത്ര വർഷമായി. കാരണം എന്താ, അതിനാണ് ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്നത്. ഒറ്റയ്ക്ക് ഒരു ഗെയിമർ പോയാൽ ബാക്കിയുള്ളവർ കളിക്കുന്നതല്ലേ. നമ്മൾ കാണാതിരിക്കുന്ന എന്താ, ഇവര് 2 പേരും അടിയുണ്ട. ഏറ്റവും മെജോറിറ്റി ആളുകൾ എന്താ കാണാതിരിക്കുന്നത്,
രണ്ടുപേര് തമ്മിൽ തല്ലു. അത് ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടാവും. അത് കത്തും ചെയ്യും. അതൊരു കണ്ടന്റ് ആണ്. അത് ആ കണ്ടന്റ് പെട്ടെന്നൊന്നും അവരെന്ത് ചെയ്യില്ല വിട്ടുകൊടുക്കില്ല. പക്ഷെ വിട്ടുകൊടുത്താൽ ആകെ രേണുസുതിന്റെ കാര്യത്തിലാണ് ഒരുപാട് പ്രതീക്ഷിച്ചിട്ടാ ഉള്ളിൽ കയറ്റിയത്. രേണുസുതി ഞാൻ പറയട്ടെ, രേണുസുതി ആക്ച്വലി എനിക്ക് തോന്നുന്നത് അവര് വിചാരിച്ചതല്ല ശരിക്കും അവിടെ ഉണ്ടായ. അതാണ് അവർക്ക് പറ്റില്ല. അവര് ഷൂട്ട് ചെയ്ത ഒരു ആൽബം ഒക്കെ പോലത്തെ എന്തൊക്കെയോ പരിപാടി എന്ന് വെച്ചിട്ടാവും വന്നിട്ടുണ്ടാവും, എന്തൊക്കെയോ ചെയ്യാന്ന് വെച്ചിട്ട്. അതെ, അങ്ങനെ ഒനിയില് പോയി, നൂറ പോയി, രേണു, ബിന്നി, ആര്യൻ, അഭിലാഷ്, ആദില. ഭയങ്കര ഇപ്രാവശ്യത്തെ സാധനം കിണ്ണ സാധനം കേട്ടോ. ഇതിന്ന് രണ്ടുപേര് പുറത്താവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഒന്ന് ആലോചിച്ചു. ഒന്ന് അല്ല പോണെന്നാണ് എനിക്ക്. കാരണം ലാലേട്ടൻ പറഞ്ഞിട്ട് ഇനിയിപ്പോ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അത്രയും അഹങ്കാരം കാണിച്ചതാണ്, ഓണസ്റ്റ്ലി പറയാണ്. പിന്നെ ഒന്ന് എനിക്ക് പോണെന്ന് തോന്നുന്നത് ഒനിയിലാണ്. ഒനിയില്ല, രേണു. ഒനിയില് പിന്നെ നിന്നോളൂ. ശൈത്യല്ല പക്ഷെ എന്താ പറയാ, രേണു ഒന്നും ചെയ്തിട്ട് രേണു നോട്ടുണ്ട്. നോട്ട് ബാങ്ക് ഉണ്ട് രേണുവിന്. നോട്ട് ബാങ്ക് അവിടെ സ്റ്റേ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഏറ്റവും പണി കിട്ടാൻ പോണ അറിയോ? ഏറ്റവും പണി കിട്ടാൻ പോണത് അഭിലാഷാണ്. ഇതിലേറ്റവും പണിയാണ്. കാരണം അഭിലാഷ് ഒരു വോട്ടിങ് സ്കിപ്പ് ചെയ്തു. ഇപ്പൊ വോട്ടിങ് അഭിലാഷ് വന്നു. അഭിലാഷ് സ്ക്രീൻ സ്പേസും ഇല്ല. അഭിലാഷിനാണ് ഇതിൽ പണി. കാരണം ബിന്നിക്ക് എന്താണെങ്കിലും വോട്ട് കയറും. ആര്യന് പഞ്ചാബിന്നോ ഹിമാചലിന്നോ കാശ്മീരിന്നോ കൈലാസത്തുനിന്നോ ഒക്കെ വോട്ട് വരും. മനസ്സിലായോ? മലയാളികൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നാഗാലാൻഡിൽ നിന്ന് വരെ വോട്ട് കൊണ്ടുവരും. മനസ്സിലായില്ലോ എനിക്ക്? അതിനുള്ള ആൾക്കാരുണ്ട്. മനസ്സിലായോ? അതിനുള്ള ആൾക്കാരുണ്ട് ആര്യന്. റോട്ടി, ചാവൽ, ബട്ടർ ചിക്കൻ വോട്ട് എവിടുന്നും വരും ആര്യന്. പ്രേക്ഷകര് മനസ്സിലാക്കുക. ഒനിയില് പിന്നെ ഈ പറഞ്ഞ ഒരു വോട്ട് വരുമോ ഇല്ല എന്നുള്ളത് കണ്ടറിയണം. കോശി അത് സംശയമാണ്. ആദിലേക്കും നോറയ്ക്കും എവിടുന്നോന്ന് വരാണ്ടെന്നുള്ള പ്രതീക്ഷയാണ് ഒനിയിലെ പ്രതീക്ഷ. അതല്ല ഒനിയില് എനിക്ക് ഡയറക്ടർ വോട്ട് ചെയ്യും ഈ ഷോയുടെ, എനിക്ക് ഈ ഷോയുടെ ക്രിയേറ്റർ വോട്ട് ചെയ്യും എനിക്ക്. മനസ്സിലായില്ലേ? പിന്നെ ഷെഫിള്ള വോട്ട് ചെയ്യും എനിക്ക്. പിന്നെ എനിക്ക് പോണ അല്ല, എല്ലാരും എനിക്ക് വോട്ട് ചെയ്യും. മനസ്സിലായില്ലേ? എനിക്ക് അങ്ങനെയാണ്. അങ്ങനെയൊക്കെ ചിലപ്പോ പറഞ്ഞോളാം ചെങ്ങ. അതാണ് അവസ്ഥ. ജിത്തു ജോസഫ് വോട്ട് ചെയ്യും, എല്ലാരും വോട്ട് ചെയ്യുമല്ലോ. അടുത്തത് ആദില, നോറ. സ്പ്ലിറ്റ് ആയാലും അവർക്ക് വോട്ട് കയറും. ഓബിയസ് ആണ്, അവർക്ക് വോട്ട് കയറും. വോട്ട് ഉണ്ടാവും. ഇതില് ടോപ്പ് വോട്ട് രേണുവിനോ കൂട്ടത്തില് ടോപ്പ് വോട്ട്. അങ്ങനെ നിന്നിട്ട് എന്താ അവർക്കും നാട്ടുകാർക്കും ആർക്കും ഉപകാരമില്ലാതെ നിന്നിട്ടുണ്ട്. ഷോക്ക് പോലും പ്രത്യേകിച്ചൊരു ഉപകാരമൊന്നും ഇല്ല. വോട്ടില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? രേണു പുറത്താണെങ്കിൽ ആകെ ഒരു വഴിയുള്ളൂ, രേണു ക്വിറ്റ് ചെയ്യും. സ്വയം ക്വിറ്റ് ചെയ്യാന്നല്ലാതെ. അവര് പുറത്തു വരട്ടെ, പുറത്തു വന്ന് ആൽബമൊക്കെ ചെയ്ത് ആൾക്കാരെ ഉറപ്പിക്കട്ടെ. എന്തോ അപ്പൊ അങ്ങനെ എന്ത് കഴിഞ്ഞു? വോട്ടിങ്ങിന്റെ പരിപാടി കഴിഞ്ഞു. എന്നിട്ടാണ് തമ്പുരാനും വന്ന സമയത്ത് വീണ്ടും ഇതിലെന്താ പറയാ, ആ ഗെയിം ഷാനവാസിന് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ മാറി നിൽക്കുകയാണ്. ശരത്തിന് മനസ്സിലായിട്ട് ഇനി ഇൻവോൾവ് ആണ് ആ ഗെയിമില്. ശരത്ത് ഇൻവോൾവ് ആണ് ആ ഗെയിമില്. റന ഫാത്തിമ ഇൻവോൾവ് ആണ്. അനീഷ ആ ഗെയിമിൽ ഇൻവോൾവ് ആണ്. ബിന്നി ഇൻവോൾവ് ആണ്. അക്ബർ ഒരു പരിധി വരെ ഇൻവോൾവ് ആണ്. അവരത് എൻജോയ് ചെയ്ത് ഇൻവോൾവ് ആണ്. അനുമോക്ക് ശൈത്യക്ക് ഒന്നും ഒന്നിട്ട് രീതിയിലും അത് അനുമോള്, ശൈത്യ, നൂറ, ആദില, മനസ്സിലായിട്ടില്ല ഗെയിം. അതെന്തറിയോ, ഗെയിം മനസ്സിലാവായിട്ടല്ല, ഒരു ഈഗോ വരും. ഒരു ഈഗോ ഉണ്ടായി. ഒന്നാമത് ജിസയില് അങ്ങനെ നടക്കണോണ്ടല്ലോ. അപ്പോഴേക്കുണ്ട് ഇവിടുന്ന് ഒരാൾ എടുത്തിട്ട് മറ്റേ ഇത് കട്ട് കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോള് ചത്താലും സമ്മതിക്കില്ല പറഞ്ഞിരിക്കുകയാണ്. അത് രസം എന്താ അറിയോ, അവിടെയാണ് നിവിന്റെ ബുദ്ധി. നിവിൻ ആരെയാണ് ഇവർക്ക് അടിമയായിട്ട് കൊടുത്തേ? റെനയും അടുക്കളയ്ക്ക് റെനെ മാത്രം കൊടുത്തേ. അനുമോളൊപ്പം റെന ഉണ്ടായുള്ള അവസ്ഥ എന്താ? കഴിഞ്ഞില്ലേ കഥ? ആ ഒരു അവസ്ഥയാണ്. പക്ഷെ വേറെ കാര്യമുണ്ട്, ഇതില് 7 വോട്ടിംഗ് പവർ കൊടുത്ത ആളുകൾ അവര് മാത്രം അടിമകളായി ആണെന്നല്ലേ ബിഗ് ബോസ് പറഞ്ഞത്? ബാക്കിയുള്ളവരപ്പോ അടിമകളല്ലല്ലോ. അല്ല, അതിന്ന് 2 പേര് അല്ല, ആ 7 പേരാണ് അടിമകള്. ഈ അനുമോക്ക് വേറൊരു ട്വിസ്റ്റ് ഇതിൽ കൊണ്ടുവരാം. 7 പേരാണ് സെലക്ട് ചെയ്തത്. വോട്ട് ചെയ്യാൻ സെലക്ട് ചെയ്ത 7 പേര്. ആ 7 പേര് എന്തായി? അടിമകളായി, അടിമക്കുഞ്ഞുങ്ങളായി. അങ്ങനെയാണെങ്കിൽ അവിടെയാണ് രേണുസുതി പറഞ്ഞത്, ഞാൻ നിന്റെ അടിമയല്ല. രേണുവിന് ബുദ്ധിണ്ട്. രേണു ബുദ്ധിണ്ട്. രേണു നിവിനോട് പറഞ്ഞ കേട്ടോ, ഞാൻ നിന്റെ അടിമയല്ല.
അല്ല അപ്പൊ ഈ സ്വേച്ഛാധിപത്യം ഈ 7 പേർക്ക് മേലെ കാണിക്കാൻ പറ്റുള്ളൂ. സ്വച്ഛാധിപത്യം അവിടെ മൊത്തത്തില് കാണിക്കാം, അപ്പൊ അനുമോളോട് കാണിക്കാലോ, മൊത്തത്തില് കാണിക്കാം. പക്ഷെ അടിമയോടാണല്ലോ കൂടുതൽ കാണിക്കണ്ടേ, ഇത് അടിമയല്ലല്ലോ. അവർക്ക് എന്തിനാ പവറുള്ള അടിമകളെ വിട്ടിട്ടാണ് അങ്ങോട്ട് ഇതാക്കണം. അയാൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഫുഡ് ഉണ്ടാക്കണം. അത് അടിമകളെ വിടാനേ പറ്റുള്ളൂ. അപ്പൊ ഒരു പരിധി വരെ രേണുസുതിക്കും ബാക്കി ടീമിന് നൂറയ്ക്ക് അതിലേക്ക് മറ്റേ ടീമിന് പറയാ എന്ത്, ഞങ്ങൾ അടിമകളല്ല, മനസ്സിലായോ, ഞങ്ങൾ അടിമകളല്ല. അതിൽ അങ്ങനെ ഒരു എന്തുണ്ട് ലൂപ്പ് ഹോൾ ഉണ്ട് അതിനകത്ത്. പക്ഷെ സ്വച്ഛാധിപതി പറയണത് അവര് കേൾക്കണം. സ്വച്ഛാധിപതി ഡയറക്റ്റ് ആയിട്ട് അവരോട് പറഞ്ഞിട്ടില്ല, അടിമേനെ വിട്ടാണ് പറയിപ്പിച്ചുള്ളത്. അപ്പൊ അത് അങ്ങനെ സാധനം ഉണ്ട് അതിനകത്ത്, ഒരു സാധനമാണെങ്കിൽ പറഞ്ഞു അറിഞ്ഞിട്ടൊന്നല്ല അവര് പറയണത് എനിക്ക് തോന്നുന്നത്. അത് അറിഞ്ഞിട്ട് അല്ലെങ്കിൽ പോലും ഫാൻസ് അങ്ങനെ ആക്കും. ഒരു നൂല് കിട്ടിയില്ലോ പോ, ഞാൻ അവിടുത്തെ ക്യാപ്റ്റനാണ്. നൈസായിട്ട് ശൈത്യാനെ എക്സ്പോസ് ചെയ്തു, മനസ്സിലായോ. ശൈത്യം എവിടെയും കാലിട്ടിട്ടുണ്ട്, അവിടെയും കാലിട്ടിട്ടുണ്ട്. ശൈത്യനോട് പറഞ്ഞു, നീ ഞങ്ങൾ എടുക്കാൻ വന്നപ്പോ നീ അത് ഒട്ടിപ്പിടിച്ചില്ലേന്ന് ചോദിച്ചു. ശൈത്യം ഇങ്ങോട്ട് പൊള്ളിഞ്ഞിട്ടുള്ള ശൈത്യം മുകളിൽ ശൈത്യം ഇങ്ങോട്ട് എക്സ്പോസ്ഡ് ആയി. ശൈത്യം കംപ്ലീറ്റ്ലി പാത്രമൊക്കെ ഞാൻ കൊടുക്കും, ഞാൻ ഇവരുണ്ടാക്കാന്നാണല്ലോ പറഞ്ഞേ. അപ്പൊ ഇവരുണ്ടാക്കിയപ്പോ ഒരു ഡയലോഗ് റൻ അടിച്ചത് ഓർമ്മ ഉണ്ടോ, എന്നും ഈ തക്കാളിക്കറിയില്ലേ കഴിക്കണേ, അപ്പൊ എല്ലാവർക്കും മടുത്തു, അപ്പൊ ബീൻസ് കറി ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോ അനുമോള് ഡയലോഗ് അടിച്ച് ഓർമ്മ ഉണ്ടോ, എല്ലാം കൂടി 2 എണ്ണം ചോദിച്ചിട്ട് പക്ഷേ ഒക്കെ ടേസ്റ്റ് ഇല്ലാന്ന് പറഞ്ഞിട്ട് നൂറേനോട് പറയുന്നു അത് ഞാൻ കാണിച്ചു തരാന്നുള്ളത്. അവിടെയാണ് ഈ അനുമോൾ ഒരു വിഷാവുന്നത്. സത്യത്തില് അനുമോള് പക്കാ പോയിസൺ ആണ് ഈ പേഴ്സണൽ റിവെഞ്ചിന്റെ കാര്യത്തില്. അത് നിങ്ങള് ഫാൻസിന് കാര്യമില്ല, കൊരട്ടത്ത് വെച്ച് നടക്കാൻ പറയില്ല നമ്മളെ നാട്ടില്. ആ അവസ്ഥയാണ് അനുമോളുടെ ചില സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ. ചിലപ്പോ തോന്നും ഗെയിമിന് വേണ്ടി കളിക്കുന്നതാണ്, ചിലപ്പോ തോന്നുന്നത് പേഴ്സണൽ ലൈഫിലുള്ള സാധനമാണ് ഈ എടുത്ത് പുറത്ത് വിടണേന്ന് തോന്നുന്നുണ്ട് അല്ലേ. പേഴ്സണാലിറ്റി തന്നെ അവർക്ക് അങ്ങനെ തോന്നുന്നില്ല എനിക്ക്. അങ്ങനെ കൊരട്ടത്ത് വെച്ച് നടക്കുന്ന ഒരു സാധനം. അടുക്കള അമ്മായി മൊത്തത്തിൽ എന്താണ്ടായത് അനുമോളുടെ ആ ഒരു വാശി, അനുമോളുടെ വാശിയും അനുമോള് നിന്ന സ്ട്രോങ് ആയിട്ടുള്ള സാധനത്തിന്റെ മോളാണ് രേണുസുതി അടക്കുന്ന ഫയർ ആയത്. മനസ്സിലായില്ലേ. അതിനിടയിൽ ആദില പൊട്ടിത്തെറിച്ച് ഗിസേലിനെ തെറിയും വിളിച്ചു. ഗിസേലിന് കുഴപ്പമില്ല, ഗിസേൽ തെറി വിളിക്കുന്നൊന്നുമില്ല. മുപ്പത്തിയേഴ് ഞാൻ തമ്പരാട്ടി ഇറങ്ങട്ടെ, എനിക്ക് നാളെ ഇറങ്ങട്ടെ. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, അവരത് വെൽ ഹാൻഡിൽ ചെയ്തു. അവർക്ക് വേണമെങ്കിൽ വലിയ ഇഷ്യൂ ആക്കായിരുന്നു ഗിസേലിനത്. അതാണ് ഗിസൈൽ അവിടെയാണ്. മാത്രല്ല പ്രേക്ഷകർക്ക് ഇപ്പൊ ഗിസൈൽ കഴിയുമ്പോ ഏറ്റുപിടിച്ചിരുന്നെങ്കിൽ ആദിലേക്ക് എന്ത് കയറുമായിരുന്നു, ഗിസൈലിനുള്ള ഒരു ദേഷ്യം ആദിലേക്ക് ഒരു പോസിറ്റീവായി കയറിയിരുന്നു. അതിനുള്ള സ്പേസ് അവരുടെ ഒഴിവാക്കി. ഗിസൈലിന്റെ പ്രത്യേകം ഞാൻ ശ്രദ്ധിച്ചറിയോ, ദേഷ്യപ്പെടുമ്പോഴും വലിയ വോയിസ് ഇല്ല, ഒരു അലർച്ച. അത് ഹിന്ദി കണ്ടിട്ടില്ലല്ലോ മോള്, അത് മലയാളം പറയാൻ അറിയാത്തോണ്ടാ. അത് ഹിന്ദി അത് ഇംഗ്ലീഷിൽ ഹിന്ദിയിലാണ് ആയോക്കണം. തലയിലിട്ട് ആലോചിച്ചിട്ടാണ് എല്ലാ പരിപാടികളും. അതെ, വെറുതെ അതുകൊണ്ടാണല്ലോ നവീന്റെ ഒപ്പം നിക്കുന്നത്. അതാണ് നവീന്റെ ഒപ്പം നിന്ന്. അല്ലെങ്കിൽ നോക്കിയാ മതി, ആദ്യത്തെ ആഴ്ചകളിൽ അവര് ആര്യൻ, രണ്ടാമത്തെ ആഴ്ചയിൽ അവര് നൈസായിട്ട് ഷാനവാസിന് ഉപയോഗിച്ചു, മൂന്നാമത്തെ ആഴ്ചയായപ്പോ അവര് നിവിനെ പിടിച്ചു. ഇപ്പൊ ആ ട്രാക്ക് പോണ്. ഓരോ ആഴ്ച അവർക്ക് കൃത്യമായ ടാർഗറ്റുകൾ ഉണ്ട് അവർക്ക്. ഗിസേലിന് പക്ഷെ ഞാൻ ഒരു കാര്യം പറട്ടെ, നിവിൻ ഗിസേലിനെയും കുത്തും. നെവിൻ ഏതാ കള്ളം ഗെയിമർ നിങ്ങൾക്ക് അറിയട്ടെ. അന്ന് നെവിൻ ഒരു ദിവസം പറഞ്ഞേ, എന്താ ആദിലിനോട് പറയാ, ഞാൻ പോട്ടെ പറഞ്ഞപ്പോ അതിൽ നീ പോലെ ഇവിടെ ഇരിക്കും, ഞാൻ അപ്പുറത്ത് പോയി ന്യൂസ് കുടിച്ചിട്ട് വരാം, നിനക്ക് കേൾക്കണ്ടേ ഞാൻ പറഞ്ഞു തരാറുണ്ട്. കൂട്ടത്തില് ടോപ്പ് 5 എനിക്കിപ്പോ തോന്നുന്നു എല്ലാരും ചവിട്ടി മാറ്റി നിവിൻ കയറി വന്നിട്ടില്ലേ. ചാൻസ് അല്ല, കൺഫേം ബർത്താണ് തോന്നുന്നുണ്ടെങ്കിൽ. നൈസ് ഗെയിമാണ്. അതായത് പറ്റ വെറുപ്പിക്കണില്ല, എന്നാ എന്റർടൈൻ ചെയ്യണ്ടു, എന്നാ കൃത്യമായിട്ട് ഗെയിമും കളിക്കും. ശരിക്കും എല്ലാം എല്ലാ പരിപാടിയും നിവിൻ എനിക്ക് തോന്നുന്നത് പുറത്തുനിന്ന് കയറുന്ന വൈൽഡ് കാർഡുകൾ നോട്ട് ചെയ്ത് വെക്കേണ്ട കുറച്ച് ആളുകളാണ്. ഒന്ന് ഷാനവാസ്, ഒന്ന് നിവിൻ, ഒന്ന് ഗിസേലിനൊന്നും ഞാൻ പറയില്ല, ഒന്ന് ആദിലാനോറയിൽ നോട്ട് ചെയ്യണം. കാരണം അവരുടെ ആ ഒരു ട്രാക്ക് എവിടുന്ന് പൊട്ടിക്കാൻ പറ്റും. രണ്ട് തലച്ചോറ് നല്ല അടിപൊളിയായിട്ട് ആലോചിച്ചിട്ടുണ്ട്. അപ്പൊ ആ സാധനം നോക്കണം. അടുത്ത ബിന്നി ഇത്രയും പേരെ ട്രാക്ക് ചെയ്യാൻ പറ്റിയാലേ
ഭീമനെ ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ബിന്നിയൊന്നും നമ്മൾ പൊട്ടി കണ്ടിട്ടേ ഇല്ല. അതന്നെ വലിയ അതന്നെ ഭയങ്കര സംഭവം. കാരണം ബിന്നി പൊട്ടിയിട്ടേ നമ്മൾ കണ്ടിട്ടില്ല. ബിന്നി ഇപ്പോഴും ശാരികൊക്കെ വിചാരിച്ച ശാരിക എന്തോ ബിന്നിനെ പൊട്ടിച്ചു എന്നൊക്കെയാണ് ശാരികൊക്കെ തോന്നുന്നത്. ഏറ്റവും വലിയൊരു ഗുണം ഞാൻ എന്താ കണ്ടെച്ചാൽ ഇവിടെ നിട്ടിത് അവിടെ പോയിട്ട് അവിടെ നിട്ട് ഇവിടെ വരും അങ്ങനത്തെ ഒരു പരിപാടിയെ മൂപ്പത്തിന്റെ അടുത്ത് കണ്ടിട്ടില്ല. അല്ല ബിന്നി പൊട്ടിയിട്ടില്ല. അവിടെ പൊട്ടാത്ത വളരെ ചുരുക്കം ആളുകളാണ്. പക്ഷെ ബാക്കി പേടിക്കുന്ന ഒരു ഗെയിമറാണ് ബിന്നി. അതുകൊണ്ടാണ് ഒന്നാമത് അവിടെ പോയി ചൊറിയാൻ നിൽക്കാത്തത്. അല്ല പ്രത്യേക റെസ്പെക്ട് കൊടുക്കണ്ടല്ലോ. ബിന്നി പൊട്ടിയിട്ടില്ല എന്ന് പറയുമ്പോ ബിന്നി എവിടെയും എക്സ്പോസ്ഡ് ആയിട്ടില്ല. ഒന്ന് ബിന്നിയായിട്ട് എവിടെയും പൊട്ടിത്തെറിച്ചിട്ടില്ല. നിവിന്റെ കേസിലും അങ്ങനെയാണ്. നിവിനായിട്ട് എവിടെയും പൊട്ടിത്തെറിച്ചിട്ടില്ല. നിവിൻ സ്വയം കള്ളൻ എന്ന് പറഞ്ഞ എക്സ്പോസ് ചെയ്തു. ബാക്കിയുള്ളവർക്ക് എക്സ്പോസ് ചെയ്യാനുള്ള എന്ത് കൊടുത്തില്ല, വഴി കൊടുത്തില്ല, ശ്രദ്ധ മാറ്റിച്ചു വിട്ടു നിവിൻ എല്ലാവരും. ഷാനവാസും അതേപോലെ. ഷാനവാസ് സ്വയം പൊട്ടിയിട്ട് അല്ല സ്വയം പൊട്ടിയിട്ട് കണ്ട് ഇതാക്കി. അക്ബറൊക്കെ തിരിച്ചു വരണം. അക്ബർ വരും. അക്ബർ ഇന്ന് തന്നെ കുറച്ചൊക്കെ ഫയർ ആയി തുടങ്ങിയിട്ട് വീണ്ടും. ഞാൻ വിചാരിച്ചു ആകെ അല്ലല്ല ഉമ്മ വിളിച്ചപ്പോ തലക്ക് ഒരു സമാധാനം കിട്ടി. ഒരു പ്രിവിലേജ് ആട്ടോ. ആ പ്രിവിലേജ് ഞാൻ പറയുമ്പോ ബിഗ് ബോസ് എല്ലാവർക്കും കൊടുക്കണം. അതൊക്കെ ഒരു ബൂസ്റ്റാണ് ശരിക്കും. അത് എല്ലാവർക്കും കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അത് കൊടുക്കണം അല്ലേ? നിങ്ങൾ എല്ലാരും ഒന്ന് ഫോണുള്ളൂ. എന്നാലും ഞാൻ ആലോചിക്കുന്ന ആരെയാണ് സുധീനെ പൊട്ടത്തരാണ്. അല്ല ഇത്രയും ദിവസം റിതപ്പന്റെ അല്ല ഞാൻ സത്യം പറയാം അവരെ പൊട്ടത്തര ഞാൻ പറഞ്ഞ എന്റെ റിതപ്പന്റെ ബർത്ത്ഡേയാ. എന്നിട്ട് ആരൊക്കെയാണ് നിവിന്റെ അപ്പുറത്തിരുത്തി 36 ഇരുന്ന് അപ്പുറത്തിരുന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ പറയാന്ന് പറഞ്ഞിട്ട് കുറച്ച് ബുദ്ധി ഉണ്ടെന്നുണ്ടെങ്കിൽ ലാലേട്ടൻ വരുമ്പോ ലാലേട്ടൻ റിതപ്പന്റെ ബർത്ത്ഡേ പറഞ്ഞിട്ട് കണ്ടന്റ് കൊണ്ടുപോയില്ലേ? അതൊക്കെ മറന്നിക്കണ 36 ഓർമ്മല്ല. അതിന് ഐഡിയ ഇല്ല. സുധിച്ചേട്ടൻ മരിച്ചിട്ടില്ല പറഞ്ഞു. അല്ല സുധിച്ചേട്ടൻ മരിച്ചിട്ടില്ല. സുധിച്ചേട്ടൻ ബിഗ് ബോസ് ഞെട്ടിയില്ലേ? സുധിച്ചേട്ടൻ മരിച്ചിട്ടില്ല. ബിഗ് ബോസ് മറ്റേ രഘു മറ്റേ ബൈക്ക് കുടിക്കാൻ മരിച്ചിട്ടില്ലേ? ഭഗവതി സുധിച്ചേട്ടൻ മരിച്ചിട്ട് മൂപ്പരിപ്പോ വല്ല ഇരുട്ട് റൂമിലൊക്കെ ഒറ്റയ്ക്ക് ഇരുന്നിട്ടാവും ഇങ്ങോട്ട് ശ്രദ്ധിച്ചേട്ടൻ മനസ്സിലാവും അയ്യന്റെ അമ്മയാണോ മൂപ്പര്. നാളെ നോക്കും ബിഗ് ബോസിന്റെ ശബ്ദത്തിന് തുള്ളൽപ്പനിയാണ് വർത്താനം പറയാൻ നന്നായി. എന്തായാലും അപ്പുറത്തുനിന്ന് ഇല്ല സുധിച്ചേട്ടാന്നൊക്കെ ചോദിക്കും ചിലപ്പോ. അവർക്ക് ശരിക്കും ആ കണ്ടത്തൊക്കെ പിടിക്കാം. മറ്റേ തത്തമ്മ കണ്ണില്ലേ വെള്ളത്തെ സാധനം അവർക്ക് കോമഡി ട്രാക്ക് പിടിച്ചാൽ ഏതൊരു കണ്ണുമില്ലേ. അവരിപ്പോ നിങ്ങളീ പറഞ്ഞ മാതിരി ലാലേട്ടൊക്കെ എന്താ ചോദിക്കല്? ലാലേട്ട ഒരു സെക്കൻഡ് സുധിച്ചേട്ടനൊന്ന് ചോദിച്ചു. സുധിച്ചേട്ടാ ഈ സാധനം കിട്ടാണ്ടല്ലോ കണ്ടല്ലോ അവർക്ക് ഹെവി സാധനം. മറ്റേ മോഹൻലാലിന്റെ സിനിമ അല്ലേ? മോഹൻലാലിന്റെ സിനിമയില് വിസ്മയത്തുമ്പത്തിലല്ലേ എന്ത് വേണമെന്നുണ്ടെങ്കിലും ഞാൻ എന്താ മറ്റേ അതിലെന്ത് ചെയ്തു വരും നയൻതാരന്റെ റീന അല്ലേ എന്താണ് എന്താ സാധനമാണ്. അവരോട് ചോദിക്കട്ടെ പോലെ ഇങ്ങനെ തോളത്തുകൂടി കേട്ട് ഇങ്ങനെ പോവാ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ അതിനോട് ആരും ഒന്നും പറയൂല. രാത്രി ഉറക്കത്തിലൊക്കെ നീച്ചൊക്കെ വർത്താനൊക്കെ ഞാൻ പഠിച്ചു. ആ മന്ദന ബെഡിൽ നിന്ന് നീക്കും. ബെഡിൽ നിന്ന് വെച്ചിട്ട് ഒരു ദിവസനോടെ 2 തക്കാളി 1 ഉള്ളി 2 തക്കാളി 1 ഉള്ളിയോ ഇവളെന്തേ പറയുന്നത്? പിന്നെ ഒന്ന് എണീച്ചിട്ട് ഈസ് നോട്ട് ദിസ് ഈസ് വാട്ട് യെസ് പോത്തപ്പോ തലേ കൊണ്ടിട്ട് അയ്യോ ഇതെന്തോ ഭീകര പ്രശ്നം. അയ്യോ ക്യാമറ നേരെ മാത്രം വെച്ചിണ്ടാവും. എന്തൊക്കെയാണ് സംഭവം പറയാ. രാത്രിയൊക്കെ നീച്ചെന്ന് ബിഗ് ബോസിന്റെ ടീം രേണുസുധീനെ നേരെ മാത്രം പാരനോർമൽ ക്യാമറ അല്ലേ സംഗതി. ബിഗ് ബോസ് മറ്റൊരു പരിപാടിയൊക്കെ മാറ്റി എന്നിട്ട് ഇത് മാത്രമേ നോക്കണ്ടത്. ഒപ്പം വല്ലതും നടക്കണ്ടതൊക്കെ മൂപ്പത്തിയാണെങ്കിൽ ഒറ്റയ്ക്ക് വർത്താനം പറയും ചെയ്യും ഇടയ്ക്ക്. എന്തായാലും ഈ സീസണില് ഇതുവരെ ഹിറ്റായാലും തത്തമ്മയാണ്. അത് കണ്ട് ചിരിച്ചൊരു കണക്കുണ്ടായില്ല. കളി അയ്യോ അതിന് കണ്ടുമില്ലേ?
അത്രയും കഴിഞ്ഞത് അത്തമ്മ വന്നിട്ട് പെട്ടെന്ന് അയ്യോ ഇതിന് കണ്ണുമില്ലേ എന്താ പറയാ ചത്തു ഓക്കെ പയ്യാണ് 1 മണി മക്കളെ. ശരിക്കും അതൊക്കെ വീഡിയോ കാണിക്കണെന്നില്ല അവര് കാണിച്ചല്ലോ, അത് കാണിച്ചത് അത്തമ്മേന്റെ അല്ല ബാക്കിയുള്ളവർക്ക് കാണിച്ചു കൊടുത്തില്ല സാധനം. ഓക്കെ ബൈ ബൈ.